എല്ലാവർക്കും സ്വാഗതം. സങ്കീർണമായ വിഷയങ്ങൾ വളരെ ലളിതമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു വിശദീകരണത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. ഐറിഷ് ഡ്രൂയിഡുകൾ, അവരുടെ നിഗൂഢമായ ലോകം, പുരാതന ഐറിഷ് മതങ്ങളുടെ രഹസ്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ 1894 ഈ പുസ്തകത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലുള്ള ആ ചോദ്യം, ആരായിരുന്നു ഈ ഡ്രൂയിഡുകൾ? ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ കുഴക്കിയൊരു ചോദ്യമാണിത്. ഇവിടെ നിന്നാണ്, അതെ, ഈ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഡ്രൂയിഡുകളെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്, അല്ലേ? സത്യമേത് കെട്ടുകഥയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും. നമുക്കാ കഥകളിലെയൊക്കെ പാളികൾ ഓരോന്നായി ഒന്ന് പൊളിച്ചു നോക്കി യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവം എന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ഇപ്പോ ഡ്രൂയിഡെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമില്ലേ? വെള്ള വസ്ത്രമൊക്കെ ഇട്ട് വലിയ കൽവട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നയാളുകൾ, ചിലപ്പോ സ്വർണ്ണ അരിവാളൊക്കെ വെച്ച് ചെടികൾ മുറിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ ഓക്കുമരങ്ങളുടെ ചുവട്ടിലിരുന്ന് ശിഷ്യന്മാർക്കറിവ് പകരുന്ന ജ്ഞാനികൾ, സ്വന്തം നാടിനുവേണ്ടി യുദ്ധം ചെയ്യുന്ന പോരാളികൾ. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പോപ്പുലർ ഇമേജ്, അല്ലേ? പക്ഷേ നമ്മൾ ഇന്ന് നോക്കുന്ന ഈ പുസ്തകമില്ലേ, അത് ഈ സിമ്പിൾ ചിത്രത്തെ അപ്പാടെ ചോദ്യം ചെയ്യുകയാണ്. ജെയിംസ് ബോൺവിക് ചോദിക്കുന്നത് ഇതാണ്: ഇത്രയധികം അജ്ഞതയും കാടത്വവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ പറയുന്നത് പോലുള്ള അറിവും സംസ്കാരവുമൊക്കെ ഡ്രൂയിഡുകൾക്ക് ശരിക്കുമുണ്ടായിരുന്നോ? അതായത് യാഥാർത്ഥ്യം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സങ്കീർണമായിരുന്നിരിക്കാം. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് വെൽഷ് ഡ്രൂയിഡുകളെക്കുറിച്ചാവും, സ്റ്റോൺഹെഞ്ചുമൊക്കെയായി ബന്ധപ്പെട്ടുള്ളവർ. പക്ഷേ ഐറിഷ് ഡ്രൂയിഡുകൾ അവരിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. വെൽഷ് ഡ്രൂയിഡുകളെപ്പോലെ അവർക്ക് വലിയ പുനരുജ്ജീവന പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഐറിഷ് ഡ്രൂയിഡുകൾ ശരിക്കും ഒരു വേറെ ലെവൽ നിഗൂഢതയാണ്. അപ്പോൾ ഇവർ വെറും പുരോഹിതന്മാരല്ലായിരുന്നെങ്കിൽ പിന്നെ ആരായിരുന്നു? എന്തിന്റെ പേരിലായിരുന്നു ഐറിഷ് ഡ്രൂയിഡുകൾ ശരിക്കും അറിയപ്പെട്ടിരുന്നത്? അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: മാന്ത്രികത. അതെ, അവരുടെ മാന്ത്രിക വിദ്യകളിലാണ് എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. പഴയ ഐറിഷ് കഥകളും കയ്യെഴുത്ത് പ്രതികളുമൊക്കെ എടുത്തു നോക്കിയാൽ ഇവരുടെ മാന്ത്രിക ശക്തിയെക്കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന വിവരണങ്ങൾ കാണാം. ഈ ഒരു മാന്ത്രിക കലയ്ക്ക് അവർ പറഞ്ഞിരുന്ന പേരാണ് ഡ്രൂയിഡക്റ്റ്. അതായത് മന്ത്രങ്ങൾ, ആഭിചാരങ്ങൾ, എന്തിനേറെ രൂപം മാറ്റാനുള്ള കഴിവ് വരെ ഇതിലുൾപ്പെട്ടിരുന്നു. അവരുടെ കഴിവുകളൊന്ന് കേട്ടുനോക്കൂ. നിമിഷനേരം കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ കനപ്പ മൂടൽമഞ്ഞുകൊണ്ട് മറയ്ക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ശത്രുക്കളെ വഴിതെറ്റിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരെ ഒളിപ്പിക്കാൻ, ആളുകളെയും സാധനങ്ങളെയും മറ്റൊന്നായി രൂപമാറ്റാൻ അവർക്ക് മന്ത്രങ്ങളുണ്ടായിരുന്നു. അതിലും അത്ഭുതം, യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഒറ്റ രാത്രി കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഭാവി പ്രവചിക്കാനും ശകുനങ്ങൾ വായിക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ പുരുഷന്മാർക്ക് മാത്രമുള്ള കഴിവുകളായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. അവിടെയാണ് കഥയിലെ അടുത്ത ട്വിസ്റ്റ്. ഡ്രൂയിഡസുകൾ എന്നറിയപ്പെട്ടിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവർ വെറും ഡ്രൂയിഡുകളുടെ ഭാര്യമാരായിരുന്നില്ല, മറിച്ച് അതിശക്തരായ മന്ത്രവാദിനികളായിരുന്നു. പലപ്പോഴും സുന്ദരികളും ചെറുപ്പക്കാരികളുമായിരുന്നു ഇവർ. കൊടുങ്കാറ്റുകളുണ്ടാക്കാനും ഒരാളെ ഒറ്റയടിക്ക് രോഗിയാക്കാനോ കൊല്ലാനോ വരെ അവർക്ക് കഴിയുമായിരുന്നു എന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. അഗ്നിയുടെ പുത്രിമാർ എന്നൊക്കെ അറിയപ്പെട്ട സംഘങ്ങൾ ഇവരുടേതായിരുന്നിരിക്കാം. അപ്പോൾ ഇത്രയും ശക്തരായി നാടിനെ നിയന്ത്രിച്ചിരുന്ന ഒരു വിഭാഗത്തിനു മുന്നിലേക്ക് ഒരു പുതിയ വെല്ലുവിളി വരികയാണ്. അയർലൻഡിലേക്ക് ഒരു പുതിയ വിശ്വാസം കടന്നുവന്നപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സെന്റ് പാട്രിക്കിന്റെ വരവിനെക്കുറിച്ചുള്ള ആദ്യകാല കഥകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതൊരു സാധാരണ മതപരമായ സംവാദമൊന്നുമായിരുന്നില്ല. അതൊരു മാന്ത്രിക യുദ്ധമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ശക്തികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. ഒരു കഥയിൽ പറയുന്നത്, സെന്റ് പാട്രിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി പിളർന്ന് ഒരു മാന്ത്രികനെ ജീവനോടെ വിഴുങ്ങിയെന്നാണ്. അത്രയ്ക്ക് നാടകീയമായിരുന്നു ആ പോരാട്ടം. ഇതൊരു പെട്ടെന്നുള്ള പതനമായിരുന്നില്ല. ഏകദേശം 2 നൂറ്റാണ്ടെടുത്തു ഡ്രൂയിഡുകളുടെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകാൻ. 5-ാം നൂറ്റാണ്ടിൽ സെന്റ് പാട്രിക്ക് താരാകുന്നിൽ വെച്ച് രാജാവിന് മുന്നിൽ വെച്ച് ഡ്രൂയിഡുകളെ വെല്ലുവിളിച്ചു. പിന്നീട് AD 590-ൽ അവർക്ക് ഔദ്യോഗികമായി പല നിയന്ത്രണങ്ങളും വന്നു. അവസാനം AD 637-ലെ മോയിറാത്ത് യുദ്ധത്തോടെ ഒരു വർഗമെന്ന നിലയിൽ ഡ്രൂയിഡുകൾക്ക് അന്ത്യം സംഭവിച്ചുവെന്ന് കണക്കാക്കപ്പെടുന്നു. അവരുടെ മാന്ത്രിക വിദ്യയെ ആളുകൾ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നറിയാമോ? സെന്റ് പാട്രിക്കിന്റെ ഒരു പ്രശസ്തമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ദൈവത്തോട് സഹായം ചോദിക്കുന്നത് സ്ത്രീകളുടെയും കൊല്ലന്മാരുടെയും ഡ്രൂയിഡുകളുടെയും മന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. അതെ, അത്രയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് അവരുടെ ശക്തിയെ കണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഡ്രൂയിഡുകളെക്കുറിച്ചാണ്. പക്ഷേ പുരാതന ഐറിഷ് വിശ്വാസം എന്നത്
ഡ്രൂയിഡിസത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അത് അതിനേക്കാൾ എത്രയോ വിശാലമായ ആഴത്തിലുള്ള ഒരു ലോകമായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഒരുപക്ഷെ സൂര്യനായിരുന്നിരിക്കാം. ഗ്രിയാൻ എന്നോ ബെൽ എന്നൊക്കെയാണ് സൂര്യനെ വിളിച്ചിരുന്നത്. ഒരു രാജാവ് സത്യം ചെയ്തിരുന്നത് പോലും സൂര്യനെയും കാറ്റിനെയും സാക്ഷിയാക്കിയാണ്. അനുഗ്രഹം കിട്ടാനായി ആളുകൾ സൂര്യൻ പോകുന്ന ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുമായിരുന്നു. ബാലിന്റെ അഗ്നിയുടെ രാത്രി എന്നറിയപ്പെട്ടിരുന്ന ഉത്സവങ്ങൾ പോലുള്ളവ സൂര്യന്റെ അയനങ്ങളെ അടയാളപ്പെടുത്താനായിരുന്നു. സൂര്യനെപ്പോലെ തന്നെ അവർക്ക് പ്രാധാന്യമുള്ള മറ്റൊന്നായിരുന്നു കല്ലുകൾ. അതെ, വെറും കല്ലുകളല്ല, വലിയ കൽക്കെട്ടുകൾ. ഓരോന്നിനും ഓരോ അർത്ഥമുണ്ടായിരുന്നു. കൽവട്ടങ്ങൾ ആചാരങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങളായിരുന്നു. ഡോൾമിനുകൾ എന്നറിയപ്പെടുന്ന കൽമേശകൾ ഭീമന്മാരുടെ കട്ടിലുകളോ വീരന്മാരുടെ ശവകുടീരങ്ങളോ ആണെന്ന് അവർ വിശ്വസിച്ചു. ചെറുതായി തൊട്ടാൽ ആടുന്ന ചില കൂറ്റൻ പാറകളുണ്ടായിരുന്നു. അവ ഭാവി പ്രവചിക്കാൻ ഉപയോഗിച്ചിരുന്നു. സാധാരണ തൂൺകല്ലുകൾ പോലും അവർക്ക് ദൈവികതയുടെ പ്രതീകങ്ങളായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും. ഈ സൂര്യാരാധനയും കല്ലുകളോടുള്ള ആരാധനയും ഡ്രൂഡുകളുടെ മാന്ത്രിക വിദ്യകളുമൊക്കെ എവിടെ പോയി? പുതിയ മതം വന്നപ്പോൾ എല്ലാം ഒന്നോടെ ഇല്ലാതായോ? ഇല്ല, അതാണ് രസകരമായ കാര്യം. അവയൊന്നും പൂർണ്ണമായി അപ്രത്യക്ഷമായില്ല. പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനു പകരം വളരെ സമർത്ഥമായൊരു കാര്യമാണ് സംഭവിച്ചത്. ഡോക്ടർ ഓഡോണവൻ പറയുന്നതുപോലെ സെന്റ് പാട്രിക് ചെയ്തത് പഴയ വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മുകളിൽ വളരെ തന്ത്രപരമായി ക്രിസ്തുമതത്തെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് ശരിക്കും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അവരുടെ വിശ്വാസം നേടിയെടുത്തു. അങ്ങനെ പഴയതും പുതിയതും ചേർന്ന ഒരു പ്രത്യേകതരം വിശ്വാസരീതി അവിടെയുണ്ടായി. പഴയ പല ആചാരങ്ങളും പുതിയ മതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ നാട്ടുനടപ്പുകളായി തുടർന്നു പോന്നു. പുസ്തകത്തിൽ പറയുന്നതുപോലെ ഈ പാതി വിജാതീയവും പാതി ക്രിസ്തീയവുമായ വിശ്വാസത്തിന്റെ അംശങ്ങൾ ഇന്നത്തെ ഗ്രാമീണരുടെ അന്ധവിശ്വാസങ്ങളിൽ പോലും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളെ വളരെ കൗതുകകരമായ ഒരു ചിന്തയിലാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന പല നാടൻ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങളിലും പോലും പുരാതന കാലത്തെ ആ ഡ്രൂയിഡുകളുടെയും വിസ്മരിക്കപ്പെട്ട ദൈവങ്ങളുടെയും എത്രത്തോളം അംശങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവാം. നമ്മളറിയാതെ തന്നെ ആ പുരാതന ലോകത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണല്ലേ.